ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 37 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 38-ാമത്തെ ശ്ലോകം നോക്കാം. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ത്വം അങ്ങ് ആദിദേവ ആദിദേവനാകുന്നു, പുരാണപുരുഷ പുരാണപുരുഷനാകുന്നു, പണ്ടേ ഉള്ളവനാകുന്നു എന്നർത്ഥം. ത്വം അങ്ങ് അസ്യ വിശ്വസ്യ ഈ ലോകത്തിൻ്റെ പരം നിധാനം പരമമായ ആശ്രയസ്ഥാനവുമാകുന്നു. വേത്ത അറിയുന്നവനും, വേദ്യം ച അറിയപ്പെടുന്ന വസ്തുവും, പരം ധാമ ച പരമമായ ധാമവും, അതായത് പരമമായ പ്രാപ്യസ്ഥാനവും അസി അങ്ങു തന്നെയാകുന്നു. അനന്തരൂപ അനേകം രൂപങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുന്നവനെ, വിശ്വം ഈ പ്രപഞ്ചം മുഴുവനും ത്വയാ അങ്ങയാൽ തതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അർജുനൻ തൻ്റെ സ്തുതി തുടരുകയാണ്. വിശ്വരൂപ ദർശനത്തിന് ശേഷം അർജുനൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങ് ആദിദേവനാകുന്നു, പുരാണപുരുഷനാകുന്നു, അങ്ങ് ഈ ലോകത്തിൻ്റെ പരമമായ ആശ്രയമാകുന്നു. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും പരമമായ പ്രാപ്യസ്ഥാനവും അങ്ങു തന്നെയാകുന്നു. അനേകം രൂപങ്ങൾ കൈക്കൊള്ളുന്നവനെ, പ്രപഞ്ചം മുഴുവനും അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആദിദേവനും പുരാണപുരുഷനും പ്രപഞ്ചത്തിനാധാരവും അങ്ങ് തന്നെ. പുരാണപുരുഷൻ എന്ന് പറഞ്ഞാൽ ആദി മുതൽ ഉള്ളവൻ എന്നർത്ഥം, എല്ലാത്തിനും കാരണമായവൻ എന്നർത്ഥം. പ്രപഞ്ചത്തിനാധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെ, അതായത് ജ്ഞാതാവും ജ്ഞേയവും. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെ. പരമമായ പ്രാപ്യസ്ഥാനവും അങ്ങ് തന്നെ. ആത്യന്തികമായി എല്ലാവരും എത്തിച്ചേരേണ്ട പ്രാപ്യസ്ഥാനം അതും അങ്ങു തന്നെയാകുന്നു. ഹേ അനന്തരൂപ, അതായത് അനന്തമായ എണ്ണമറ്റ രൂപങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്നവനെ, ഈ പ്രപഞ്ചം എങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് അർജുനൻ ഈ ശ്ലോകത്തിലൂടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. ഈശ്വരൻ്റെ രൂപം എങ്ങനെയെന്ന് ആരാലും നിർവചിക്കാൻ സാധ്യമല്ല. അനന്തരൂപനാണ് ഭഗവാൻ. ഏത് രൂപം വേണമെങ്കിലും കൈക്കൊള്ളാം. അനേക രൂപങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്നവനാണ്. അതാണ് അനന്തരൂപൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഏത് രൂപവും ഈശ്വരൻ്റേതാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏത് രൂപവും ഈശ്വരൻ്റേതാണ്. കല്ലിലും പുല്ലിലും മണ്ണിലും മരത്തിലും പുഴുവിലും എല്ലാം ഈശ്വരനാണ്. അതെല്ലാം ഈശ്വര രൂപങ്ങളാണ്. കാരണം സകലത്തിലും ഈശ്വരൻ കുടികൊള്ളുകയാണ്. ആ ഈശ്വരൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും കുടികൊള്ളുന്നു. ഈശാവാസ്യം ഇതം സർവം. ഈശ്വരൻ ഇവിടെ കാണുന്ന സകലത്തിലും വസിക്കുന്നു. സനാതനധർമ്മവും മറ്റ് മതവിശ്വാസങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടെയാണ്. ഇത്തരം മതവിശ്വാസികളിൽ ചിലർ അരൂപിയായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതായത് ഈശ്വരന് രൂപമില്ല. അതുകൊണ്ട് ഏതെങ്കിലും രൂപം ഈശ്വരൻ എന്ന് കരുതി ആരാധിക്കുന്നത് തെറ്റാണ് എന്നവർ വിശ്വസിക്കുന്നു. ശരിയാണ്, ഈശ്വരൻ അരൂപിയാണ്. എന്നു വച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക രൂപമുള്ളവനല്ല. പിന്നെയോ
ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിയുന്നവനാണ് എന്നാണ്. എന്നാൽ ഒരു കൂട്ടർ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഈശ്വരൻ അരൂപിയാണ്, ഈശ്വരന് രൂപമില്ല, ഈശ്വരന് രൂപമെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തെ ഈശ്വരനായി കരുതി ആരാധിക്കുന്നത് തെറ്റാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നത് ദൈവം തൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അതായത് ഈശ്വരൻ മനുഷ്യരൂപത്തിലാണ് ഉള്ളത് എന്നർത്ഥം. തൻ്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ രൂപവും മനുഷ്യൻ്റെ രൂപവും ഒന്നാണ്. അപ്പോൾ ഈശ്വരൻ മനുഷ്യരൂപത്തിലാണ് എന്നാണ് ഒരു കൂട്ടർ ധരിക്കുന്നത്. അതായത് ഈശ്വരനെ മനുഷ്യരൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലും ആരാധിക്കരുത്, ആരാധിക്കുന്നത് തെറ്റാണ് എന്നാണ് ആ കൂട്ടർ വിശ്വസിക്കുന്നത്. ഒരു കൂട്ടർ വിശ്വസിക്കുന്നു ഈശ്വരന് രൂപമില്ല, അതുകൊണ്ട് രൂപത്തെ ആരാധിക്കുന്നത് തെറ്റാണ്. മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു ഈശ്വരൻ മനുഷ്യൻ്റെ രൂപമാണ്, മറ്റൊരു രൂപത്തിലും ഈശ്വരനെ ആരാധിക്കാൻ പാടില്ല, അത് തെറ്റാണ്. എന്നാൽ സനാതനധർമ്മം പറയുന്നത് അങ്ങനെയല്ല. ഈശ്വരമഹിമയെ പരിമിതപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇത്തരത്തിലൊക്കെ പറയുന്നത്. ഈശ്വരൻ ഏത് രൂപവും സ്വീകരിക്കാം, സ്വീകരിക്കാതെയും ഇരിക്കാം. അതാണ്, അരൂപിയായും വർത്തിക്കാം, സ്വരൂപിയായും വർത്തിക്കാം, അത് ഏത് രൂപവും സ്വീകരിക്കാം. അതിനാൽ ഈശ്വരനെ ഇച്ഛപ്രകാരം, അവനവൻ്റെ ഇച്ഛപ്രകാരം ഏത് രൂപത്തിലും സങ്കല്പിക്കുവാനും ആരാധിക്കുവാനും ശ്രമിക്കുന്നതിൽ തെറ്റു കാണാനാവില്ല. എല്ലാ രൂപവും ഈശ്വരൻ്റെ തന്നെ എന്ന സങ്കല്പമാണ് കൂടുതൽ യുക്തിഭദ്രമായത്. സനാതനധർമ്മ സങ്കല്പം അതാണ്. അതല്ലേ ഗുരുവായൂരപ്പനെ അമരപ്രഭോ എന്നുള്ളതിന് പകരം മരപ്രഭോ എന്ന് നാരായണീയത്തിൽ വായിച്ചപ്പോൾ അതിനെ കളിയാക്കിയ വിദ്വാനോട് ഭഗവാൻ അകത്തു വന്ന് പറഞ്ഞല്ലോ, ഞാൻ മരപ്രഭുവും കൂടിയാണ്, അതിൽ തെറ്റില്ല, ഭക്തിക്കാണ് പ്രാധാന്യം. അപ്പോൾ അമരപ്രഭുവും ഭഗവാനാണ്, മരപ്രഭുവും ഭഗവാനാണ് എന്നാണ് അവിടെ പറഞ്ഞത് ഭഗവാൻ. അതായത് ഈശ്വരന് ഏത് രൂപവും കൈക്കൊള്ളാം, ഏത് രൂപത്തിലും ഈശ്വരനെ ആരാധിക്കാം. അതാണ് സനാതനധർമ്മത്തിൻ്റെ ഈശ്വരസങ്കല്പം. അതുകൊണ്ടാണ് അർജുനൻ ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിയുന്നവനേ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനേ, നിനക്ക് നമസ്കാരം എന്ന് അർജുനൻ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.